എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് 2-3 പേര് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വാക്ക് പാലിച്ചേക്കാം, ഇനിയുള്ള വീഡിയോസൊക്കെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ ചെയ്യാമെന്ന്. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടൈം പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ പറയുന്ന ജേർണലിങ്ങും വിഷൻ ബോർഡും അതുകൊണ്ട് മാത്രം നമുക്ക് ലൈഫിൽ കാര്യം നടക്കില്ല. നമ്മൾ വളരെ സമയബദ്ധമായിട്ട് കാര്യങ്ങൾ തീർത്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിപ്പം ഈ പറയുന്ന ജേർണലിങ് ഇതിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ടൈംലിനെസ് എന്ന് പറയുന്ന സംഭവം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. ഞാൻ മനോരമയിൽ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ തീർക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഡെഡ് ലൈൻ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പണ്ട് തൊട്ടേ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഞാൻ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഒരു സാധാരണ എൻ്റെ ഒരു ബുക്ക് എടുക്കും. ബുക്ക് എടുത്തിട്ട് ഒരാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പേഴ്സണൽ, പിന്നെ പ്രൊഫഷണൽ, പിന്നെ അതുപോലെ തന്നെ മിസ്ലേനിയസ് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ട് പിന്നെ അതിനെ നമ്മൾ ക്രോഡീകരിച്ച് വീക്കിലി ഗോളിൻ്റെ അകത്തോട്ട് മാറ്റും. വീക്കിലി ഗോളിൻ്റെ ഒരു ബുക്ക് എനിക്കുണ്ട്. അതിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് മാറ്റിയിട്ട് പിന്നീട് അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡെയിലി പ്ലാനർ എന്നുള്ള രീതിയിൽ അതിലോട്ട് മാറ്റും. അപ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര എന്നുള്ള രീതിയിൽ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ടിപ്പുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ.